ഹായ്, ദേ വീണ്ടും ഒരു ഹിന്ദി ഡിബേറ്റുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. തൽക്കാലം ട്രാൻസ്ലേഷനിലെ പറ്റുള്ളൂ. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം, കുഴപ്പമില്ല. പക്ഷെ ഇത് കാണേണ്ട സംഗതിയാണ്. വളരെ സീരിയസ് ആയ ഒരു ഡിസ്കഷനാണ്. നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. അടഞ്ചം പൊറഞ്ചം മറുമാതിക്കുന്ന ഒരു ഡിസ്കഷനാണ്. എല്ലാവരും വളരെ കുലംകുശിതമായി സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. 72 हूरों वाली बात नहीं बताई कि वो 72 हूरों का जो बताया गया है मर्दों के लिए वो क्या है, क्या वो अय्याशी नहीं है? वहाँ पे और तो कुछ नहीं बताया कि ना शॉपिंग मॉल है ना लाइब्रेरी है। औरतों के लिए क्या है? फॉर एग्जाम्पल मैं बहुत अच्छे काम करती हूँ, सारे इस्लाम के रूल फॉलो करती हूँ, मैं जन्नत में जाऊंगी, मुझे वहाँ क्या मिलेगा? आप जन्नत में उन 72 हूरों की सरदार होंगी और वो शोहर आपके ഈ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നിൽക്കുന്ന പുള്ളിക്കാരൻ ഒരു മൊലയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലുണ്ടല്ലോ തൊപ്പി വെച്ച കുറെ കോമാളികൾ. ഈ കോമാളികൾ പോലെ ഒരു കോമാളി പാകിസ്ഥാൻ ബേസിലാണ്. പുള്ളിക്കാരനോട് പാകിസ്ഥാനിലുള്ള ഒരു അവതാരിക ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് 72 ഹൂറിമാരെ കിട്ടും. പക്ഷെ ഞങ്ങൾക്ക്, അതായത് പെണ്ണുങ്ങൾക്ക് അവിടെ എന്താണ് നിങ്ങൾ ഞങ്ങൾക്ക് വെച്ചിരിക്കുന്നത്? പിന്നെ ലൈബ്രറി ഉണ്ടോ, ഷോപ്പിംഗ് മാൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിയുടെ ഒരു ആൻസർ ആണ്, നിങ്ങൾക്ക് ഈ 72 ഹൂറിമാരുടെയും അധികാരിയായിട്ട് ഇരിക്കാൻ കഴിയുമെന്ന്. അപ്പൊ എല്ലാവരും ഇത് ക്ലാപ്പ് ചെയ്യുന്നു. സോ സിറ്റുവേഷൻ ഇത് പുള്ളി മുൻപ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുകൊണ്ട് ഇപ്പൊ ഇന്ത്യയിലെ ഒരു ചാനല് ഇയാളെ വിളിച്ചിട്ട് അവിടെ ഒരു ഡിബേറ്റ് നടക്കുകയാണ്. അപ്പൊ അത്യാവശ്യത്തിന് വേണ്ടപ്പെട്ട കുറെ പേരും ഉണ്ട്. അപ്പൊ പുള്ളിയെ തന്നെ പുള്ളിയുടെ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്, എന്താണ് പുള്ളിയുടെ എക്സ്പ്രഷൻ എന്ന് കാണാൻ വേണ്ടിയിട്ട്. आपके शोहर भी इससे काम करते होंगे. अगर दोनों आदमी आप सरदार रहेंगे, बाकी लोग तो सुन रहे हैं. अरे मैंने इंटरव्यू दिया हो, मुझे क्या सुना रहे हैं? ये फिर वही बात आती है जिससे मैंने जवाब दिया कि ये दुनिया के अंदर उन अच्छे अमाल की जजा है, उन अच्छे अमाल का सब वहाँ अय्याशी का तस्वुर भी नहीं कर सकता. मौलाना साहब, मर्दों के लिए 72 हूरें और औरतों के लिए वही वाला शौहर जो यहाँ पर है, ये तो बड़ी गलत बात है. औरतों को भी तो चॉइस दीजिए ना. औरतों के लिए भी कोई अट्रैक्शन रखिए. क्या औरतों का दिल नहीं है? ये क्या बात हुई? औरतों के लिए वही शौहर, अगर शौहर के साथ ना बनती हो, बेशक बहुत नेक हो, लेकिन इस दुनिया में शौहर ना पसंद हो, किसी तरीके से उसके साथ जो गुजारा कर लिया, वहां जाके फिर वही गले पड़ जाएगा. ये तो अजीब सी बात है. और आप അതിന്റെ ആൻസർ ആ പെൺകുട്ടി കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്ര മോശമായിട്ടാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. 72 ഹൂറിമാരുടെ കൂടെ പിന്നെ ഹസ്ബൻഡും ഉണ്ട് അവിടെ. അതായത് 72 ഹൂറിമാരുടെ അവരുടെ അധികാരിയായിട്ട് പദവിയുടെ കൂടെ തന്നെ ഹസ്ബൻഡിനെ അവിടെ കൊടുക്കുമെന്ന്. അപ്പൊ ഈ പെൺകുട്ടി പറയണ വല്ലാത്ത ഒരു നീതികേടാണ് ആ കാണുന്നത്. ഇവിടെ തന്നെ അങ്ങേരെ ഞങ്ങൾക്ക് വേണ്ട, ചിലർ സഹിക്കുന്നവരുണ്ട്, ഹസ്ബൻഡിനെ ഇഷ്ടമില്ലാതെ സഹിക്കുന്നവരുണ്ട്. ഈ മരിച്ചു ചെന്നാൽ സ്വർഗം കിട്ടിക്കഴിഞ്ഞാൽ ഇയാളെ തന്നെ അവിടെ ഞങ്ങൾ സഹിക്കണ്ടേ? അത് ഏറ്റവും വലിയ നീതികേടല്ലേ ഒരു പെണ്ണിനോട് കാണിക്കണത്. അതെന്തിനാ കാണിക്കുന്നത്? വളരെ തമാശ രൂപേണ പുള്ളിക്കാരത്തെ ആൻസർ കൊടുക്കുക. എന്റെ ആൻസർ അതൊക്കെ തന്നെ, ഇവിടെ സഹിച്ചാ പോരെ, ഇതിനെ അങ്ങോട്ട് പോകേണ്ട വല്ല കാര്യവും ഉണ്ടോ എന്നുള്ളതാണ്. और आप लोग 72 हूरें लेके घूमेंगे. ये सवाल मुझसे नहीं बनता. ये सवाल मुझसे नहीं बनता. ये सवाल आप अल्लाह से कीजिए जिसने जन्नत में मुसलमान के लिए ये चीजें रखी हैं. ये सवाल अल्लाह से बनता है. देखिए, मुझे सुनकर हंसी भी आ गई मौलाना साहब, लेकिन रशीद साहब वो आपने बात ही ऐसी कही. പുള്ളി അതിന് മറുപടി ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതിന് എന്താ സൊല്യൂഷൻ എന്നുള്ളത് ചോദിക്കുമ്പോൾ പുള്ളി പറയണം, നിങ്ങൾ എന്നോട് ഇതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഈ രീതിയിൽ ആണുങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കി വെച്ച അള്ളാഹുവിനോട് നിങ്ങൾ ചോദ്യം ചോദിക്കുക. എനിക്ക് അതിനകത്ത് മറുപടി ഒന്നും പറയാം. അതൊരു മൗലവി പറയുന്ന ഉത്തരമാണ്. ഈ പുസ്തകവും എടുത്തു വെച്ച് ഈ കുത്തുപുസ്തകത്തിന്റെ എക്സ്പ്ലനേഷനും കൊണ്ട് വരുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അതിനകത്ത് സ്ത്രീകൾക്കൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ള ആ വൈരുദ്ധ്യം അവിടെ പറഞ്ഞു വെക്കുകയാണ് മൗലവി. ഇനി നമുക്ക് ഡിബേറ്റിലേക്ക് പോകാം. ഡിബേറ്റിൽ സുബഹിക്കാനുണ്ട്. സുബഹിഖാൻ ഒരു ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. അവർ വിവാഹം കഴിച്ചിരിക്കുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളെയാണ്. പുള്ളിക്കാരത്തിയുമുണ്ട് ഡിബേറ്റിൽ. ബാക്കി ഗ്രാജുവലി നമുക്ക് കാണാം. अभी तक तो आपने ये कहा कि पुरुषों के लिए हूरें हैं. अब जो महिला ने पूछा आपसे, उसने कहा, आपने कहा आप हूरों की रानी बनेंगी. मतलब इससे बड़ा एहसास कुछ हो सकता है औरत के लिए? मतलब आप 72 औरतों की सरदार बन रही हैं, इससे बड़ा एहसास क्या होगा भाई आपके लिए? मतलब करेंगे आप इसको एहसास ना समझे तो ना समझे. मैं आप बहुत गंभीरता के साथ बात कर रहा हूँ. इसका मतलब ये कि आप चाहते हैं कि महिलाएं वहां जाकर भी आपकी सेवा. मैं नहीं चाहता हूँ. वहां जाकर भी आपकी सेवा. आस्था पे चोट नहीं कर सकते आप, प्लीज.
आस्था पे चोट नहीं कर सकते। नहीं, आप ये आस्था मेरी की आड़ नहीं ले है, सकते आस्था- हमेशा। ये आप आस्था हमेशा का- आस्था की आड़ ये मत आस्था का लीजिए। मुद्दा नहीं है। आप ये बिल्कुल कह रहे हैं कि आस्था है। औरत इससे ज्यादा तसव्वुर बिल्कुल नहीं कर आस्था है। सकती। आप क्यों नकार औरत नहीं इससे सकते ज्यादा उसको। तसव्वुर नहीं कर आप सकती? नकार नहीं सकते, सुबुई बिल्कुल। बताइए क्यों आस्था औरत पे इससे चोट मत ज्यादा कीजिए। तसव्वुर नहीं कर सकती? ये मेरा आस्था संवैधानिक की हर बार अधिकार आड़ मत लिया है करिए और बचने के पौराणिक लिए। अधिकार है। देखिए ആസ്തക ആഡ് അതായത് ഫെയ്ത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇപ്പം പുള്ളിക്കാരന്റെ അടുത്ത് ആ ഒരു അവതാരകൻ ചോദിക്കുന്നുണ്ട്, എന്ത് നീതികേടാണ് ഈ നടക്കുന്നത്, 72 ഹൂറിമാരെ കൊടുക്കുന്നുണ്ട്, അവിടെ പെണ്ണുങ്ങൾക്ക് ഒന്നുമില്ല, പെണ്ണുങ്ങൾ അവിടെയും ചെന്നിട്ട് ഹസ്ബൻഡിനെ സെർവ് ചെയ്യണം, ഈ ലോകത്ത് സെർവ് ചെയ്തത് പോരാതിന് പരലോകത്ത് പോയി അവിടെയും സെർവ് ചെയ്യണോ, എത്ര നീതികേടാണ് പെണ്ണുങ്ങളോട് നിങ്ങൾ ഈ കാണിക്കുന്നത്. അപ്പൊ പുള്ളിക്ക് ചൂടാവുകയാണ്. പുള്ളി പറയുന്നു ആസ്താക്കെ സാത്ത് ഖേലോനെ എന്ന് വെച്ചാൽ എന്റെ ഫെയ്ത്ത്, എന്റെ വിശ്വാസത്തിനെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്, അതിനെ മുറിവേൽപ്പിക്കരുത്, അതിനെ മുറിവേൽപ്പിച്ച് സംസാരിക്കരുത് എന്ന്. അപ്പൊ ആ സ്ത്രീയുടെ കമന്റ് ഇതാണ്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വിശ്വാസം ആണ് അതിന് മുറിവേൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ മാനസികം അല്ലെങ്കിൽ സ്ത്രീയുടെ മനസ്സുണ്ട്, സ്ത്രീയുടെ അവസ്ഥയെ അതിനെയും കൂടെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം. വെറും ഫെയ്ത്തിനെ മാത്രം അഡ്രസ്സ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ആ ഫെയ്ത്തിൽ ഈ സ്ത്രീകളില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. कि मैं जितने भी पढ़े लिखे मुसलमान युवा बच्चे हैं उनसे कहती हूं गूगल पर जाइएगा, एक टर्म होती है ऑपरेंट कंडीशनिंग। वो क्या होती है? वो ये होती है कि किसी जानवर से या किसी स्टाफ से अगर आपको कुछ अनुकूल व्यवहार करवाना है, एक कुछ बिहेवियर, एक पैटर्न आपको उससे करवाना है, तो रिवॉर्ड एंड पनिशमेंट का एक कॉन्सेप्ट होता है, कैरेट एंड स्टिक का एक कॉन्सेप्ट होता है। यही है जन्नत की एक ग्राफिक डिटेल्स। 72 हूरें मिलेंगी, शहद की नदियां बहेंगी, दूध की नदियां बहेंगी अगर तुम ये करोगे तो। और फिर वो हराम हलाल की लंबी लिस्ट है। हलाल करेंगे तो ये सब कुछ मिलेगा, हराम करेंगे तो बुरा होने की भी ग्राफिक डिटेल्स हैं। बड़े बड़े अजगर हमें डंक मारेंगे, हमें गेहूं, हमें जो है बिच्छू काटेंगे, सांप हमारी गर्दन में लौट जाएगा, गरम गरम कढ़ाई के तेल में हमें पकौड़ों की तरह तला जाएगा। फियर साइकोसिस कहते हैं इसको फियर साइकोसिस कहते हैं। मैं बताती हूँ ये क्यों। സുബഹിഖാന്റെ ഒപ്പീനിയൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഠിച്ച അതായത് നന്നായി വിദ്യാഭ്യാസം നേടിയ മുസ്ലിംസിലുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് പഠിച്ചവർക്ക് നിങ്ങൾ ദയവ് ചെയ്ത് നെറ്റിൽ തന്നെ സെർച്ച് ചെയ്യുക. അവിടെ ഒരു ഗ്രാഫിക്സ് ഡീറ്റെയിൽസ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ആ ഗ്രാഫിക്സ്? സിമ്പിളാണ്, ഒന്നുമല്ല. അതായത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫായ ഒരാളെ, നിങ്ങളുടെ ജോലിക്കാരനെ കറക്റ്റായി അയാളുടെ ജോലികൾ കൃത്യമായി ചെയ്യാൻ വേണ്ടി അയാളെ പേടിപ്പിച്ച് നിർത്തുന്ന ഒരു രീതിയുണ്ട്. അതിൽ 2 ടേമാണ്. ഒന്ന് ഭയപ്പെടുത്തുക, ഒന്ന് വളരെ അധികം പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. അതായത് ഇങ്ങനെ ഒരു സംഗതി ചെയ്താൽ നിങ്ങൾക്ക് 72 ഹൂറിയെ തരും, പിന്നെ നല്ല തേനൊഴുകുന്ന നദി ഉണ്ടാകും, പാലൊഴുകുന്ന നദി ഉണ്ടാകും, അങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ടാകും, മീനിന്റെ കരളിന്റെ കഷണം ഉണ്ടാകും. ഇങ്ങനെയൊക്കെ കുറെ ഓഫറിങ് കൊടുത്തുകൊണ്ട് അയാളെ തന്റെ പരിധിക്കുള്ളിൽ നിർത്തുന്ന ഒരു ഗ്രാഫിക്സ് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ഗ്രാഫ് അവിടെ ഉണ്ടെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അതിന്റെ കൂടെ തന്നെ അതർ സെക്ഷനും പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഹലാം ഹറാം എന്ന ഒരു ടേമിലേക്ക് പോവുകയാണ്. അത് ഹലാൽ എന്ന രീതി നിങ്ങൾ ചെയ്യുന്നതല്ല നല്ലത്, ഹറാമായ അതായത് നിങ്ങൾക്ക് പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റാഫ് നിങ്ങൾക്ക് ഒപ്പോസിഷൻ ആയിട്ട് എന്തെങ്കിലും ചിന്തിക്കുക പോലും ഉണ്ടെങ്കിൽ അവരെ ഭയപ്പെടുത്താനായിട്ട് അവിടെ വേറൊരു സെക്ഷൻ, അത് വേറൊരു ഗ്രാഫായിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മളെ തേളിനെ കൊണ്ട് കുത്തിക്കും, പാമ്പിനെ കൊണ്ട് കടിപ്പിക്കും, തീയിലിട്ട് ചുട്ടെടുക്കും, എണ്ണയിലിട്ട് പൊരിച്ചെടുക്കും, അങ്ങനെ കുറേ സംഗതികളുണ്ട്. ഇത് ഒക്കെ തന്നെ ഒരു മനുഷ്യന്റെ മാനസിക നിലവാരത്തിന് ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ആണ്. അപ്പൊ ഒരു മതം അതിന്റെ തീവ്രതയിൽ ഒരു മനുഷ്യനിലേക്ക് എത്രത്തോളം ഇമ്പാക്ട് കൊടുക്കുന്നു എന്നുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് പുള്ളിക്കാരത്തി പറയുന്നത്. സൈക്കോസിസ് करते हैं ये इसलिए करते हैं क्योंकि ये मुसलमान युवा को चाहते नहीं है कि वो दिमाग खोलकर एक सीकर बने। सुबोई जवाब ले लेते नहीं है हैं। कि वो सवाल पूछे। सुबोई जवाब ले लेते जिस दिन हैं। उसने सवाल पूछ लिया वो जवाब ढूंढने के लिए चलिए निकल जवाब ले पड़ेगा। लेते हैं, जवाब सुबोई साहिबा ये बताइए, जो चीजें आपने बयान की हैं क्या ये सिर्फ इस्लाम में है? दोबारा हिंदू बोलिए। धर्म में क्या है? दोबारा बोलिए। स्वर्ग का तसव्वुर क्या है? आप बताइए कि स्वर्ग का तसव्वुर मैं इस पे क्या जवाब है? देना चाहूंगी। हाँ जी तो उसका आपने जवाब सवाल दीजिएगा कि पूछा, मैं जवाब स्वर्ग का देना तसव्वुर क्या है। जी दूसरी चीज ये कि सिर्फ आप ये कि रिजवी- इस्लाम में आप हनी ट्रैप क्या है दुनिया में? रिजवी साहब देखिए, एक मेरी एक बात मिनट। सुन लीजिए सर, मेरी नहीं, आप पूरी बात പുള്ളിക്കാരത്തിയുടെ അടുത്ത എക്സ്പ്ലനേഷൻ ആയിരുന്നു, അതായത് ഇസ്ലാമിലുള്ള യുവാക്കൾ ഒന്നും തന്നെ തല വെച്ച് ചിന്തിക്കരുത്, അതായത് ബ്രെയിൻ ഉപയോഗിച്ച് ചിന്തിക്കാനേ പാടില്ല. അവർ ഇപ്പോഴും ഇതിന്റെ അതായത് ബെനിഫിറ്റും
മെറിറ്റും ഡീമെറിറ്റും ഇങ്ങനെ ടാലി ചെയ്ത് കഷ്ടപ്പെട്ട് ഇങ്ങനെ പോകണം എന്നുള്ള രീതിയാണ് പുള്ളിക്കാരി പിന്നെ. അപ്പൊ ടേമിന് ഓപ്പോസിഷൻ ഡിബേറ്റ് വന്നിട്ടുണ്ട്. ഓപ്പോണന്റ് പറയണത് എന്താണെന്ന് ചോദിക്കുന്നത് പുള്ളിക്കാരത്തിയോട് ചോദിക്കുന്നത്. അതൊരു ചോദ്യമാണ്, വളരെ വലിയ ചോദ്യമാണ്. ഈ ഒരു വിഷയത്തിൽ സുബഹിക്കാനുമായിട്ട് എനിക്ക് ഒപ്പോസിഷനാണ്. കാരണം പുള്ളിക്കാരത്തി വേറൊരു ടേമില് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഐ മാരിഡ് ടു എ പേഴ്സൺ എന്നല്ല, ഐ മാരിഡ് ടു എ ഹിന്ദു എന്നുമല്ല, ഐ മാരിഡ് ടു എ ബ്രാഹ്മൺ എന്നാ പറയുന്നത്. സോ അതിനകത്തുണ്ട് എന്താണ് ഹിന്ദുയിസം എന്ന്. അതിനൊരു എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. 100% ഇപ്പൊ ഹനാൻ എന്ന് പറയുന്ന ഒരു കുട്ടി മതം മാറി, അല്ലെങ്കിൽ ഞാൻ ഈ മതത്തിലല്ല, ഞാൻ ശിവന്റെ അമ്പലത്തിൽ പോയി നിന്ന് തൊഴുന്നു പ്രാർത്ഥിക്കുന്നു, എന്റെ അപ്പൻ ഒരു ബ്രാഹ്മണനായിരുന്നു എന്ന് പറയുന്നിടത്ത് ഹിന്ദു മതത്തിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. അടുത്ത ജന്മത്തിലെങ്കിലും എനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറയുന്നിടത്തും ഉണ്ട്. അതാര് പറഞ്ഞത് ഞാൻ പറയണ്ടല്ലോ. അപ്പം ഹിന്ദു മതത്തിന്റെ ഒരു ഡിഫറൻസ് ഒക്കെ അറിയാം. പക്ഷെ പുള്ളി ഇതിനെ ഖണ്ഡിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ പറയുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ സ്വർഗത്തിൽ എന്താണ് ഓഫറിങ്, അതിനെപ്പറ്റി നിങ്ങളൊരു എക്സ്പ്ലനേഷൻ തരിക എന്ന് പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്. അതിന് ആൻസർ കൊടുക്കാമെന്നാ പറയണത്. കൊടുക്കാമെന്ന് പറഞ്ഞാലും സെയിം തിങ് തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. ഉർവശി, രംഭ, മേനക, തിലോത്തമ, കമ്മ, അത് തന്നെയാണ് അവിടെയും ഓഫർ. അത് യഥാർത്ഥ കാര്യം തന്നെയാണ്. പക്ഷെ അവിടെ ഈ പെണ്ണുങ്ങളെ ഈ രീതിയിൽ ഇകഴ്ത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടുള്ള പുതിയ സെക്ടർ ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇസ്ലാം മതം ഈ ചെയ്യുന്ന പോലുള്ള ഒരു തീവ്രത ഹിന്ദു മതത്തിൽ ഇല്ല എന്നുള്ളതായിരിക്കാം വസ്തുത. ഏതായാലും പുള്ളിക്കാരത്തിന് എന്ത് മറുപടി കൊടുത്തു എന്ന് എനിക്കറിയില്ല. അവിടെ അടിനാശമാണ് നടന്നിട്ടുള്ളത്. സോ എനിക്കത് ഭയങ്കരമായി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ഞാൻ കൊണ്ടുവന്നത്. നമുക്ക് അടുത്തത് കേൾക്കാം, ബാക്കി കേൾക്കാം. പുള്ളിക്കാരൻ ചോദിച്ച അടുത്ത ചോദ്യം, നിങ്ങൾ ഹിന്ദു മതത്തിലെ ഹണി ട്രാപ്പിനെ കുറിച്ച് എന്തു പറയണം? വാസ്തവത്തിൽ അതൊരു വിഡ്ഢി ചോദ്യമാണ്. ഹിന്ദു മതത്തിലെന്നോ ക്രിസ്ത്യൻ മതത്തിലെന്നോ അങ്ങനെ ഒരു മതത്തിന്റെയും ബേസ്ഡ് അല്ല, അതിന്റെ ഓറിയന്റഡ് ആയിട്ടല്ല ഒരു ഹണി ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൺലി എബൌട്ട് ആരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ അവൻ വളയുമോ, അവനെ വളച്ചുകൊണ്ട് പോകാൻ പെണ്ണുങ്ങൾക്ക് സാധിക്കുമോ, ദാറ്റ്സ് കോൾഡ് ഹണി ട്രാപ്പ്. റിവേഴ്സിലും അങ്ങനെ തന്നെ. ഒരാളെ ബ്രെയിൻ വാഷ് ചെയ്ത് അയാളെ സോപ്പ് ചെയ്ത് അയാളുടെ കയ്യിലുള്ള ആ അസറ്റ്സ് ഒക്കെ വലിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു തരം പ്രത്യേകതരം കലാവിരുന്നാണ് ഹണി ട്രാപ്പ്. അത് ഓൾമോസ്റ്റ് മിക്കവാറും ഫ്രോഡ് ലേഡീസ് ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അതുപോലെ ജെൻസും ചെയ്യുന്നുണ്ട്, രണ്ട് വിഭാഗത്തിലുമുണ്ട്. അതിനെ ഇതിന്റെ കൂടെ കമ്പാരിസൺ ചെയ്യുന്നത് തന്നെ താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടി പുള്ളി ഗർജിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. रखेगा मेरी बात सुन लीजिए, हम लोग एक दूसरे की बात नहीं सुनते। सर ये हिंदू और मुसलमान या हिंदुइज्म और इस्लाम की नहीं, उसकी बात नहीं है। मैं ये कह रहा हूँ, नहीं सिर्फ एक चीज में नहीं, मेरी बात आप लोग सुनते नहीं है। देखिए नाम का आप सुन लीजिए, वही जो बता रहे हैं, दुनिया के तमाम मजाहिब हैं, मुसलमान का नाम तमाम मजाहिब हैं, बोले ये तो और खतरनाक है। साजिश फाइनली किसी से तो डरे औरत एक मुसलमान का नाम रख के यही करती है। एक मिनट देखिए ऐसा है हिंदू में शादी करे बैठी है, इस्लाम की सरासर खिलाफ कर रही है। जवाब तो देने दीजिए। देखिए ऐसा है कि अच्छाई और बुराई, नेकी और बदी, इसका तस्वुर यहाँ भी है। ऐसा नहीं है यहाँ क्यों अवार्ड मिलते हैं लोगों को, क्यों पद्म श्री मिलता है, क्यों जो है भारत रत्न मिलता है, अच्छे काम के लिए मिलता है ना। बम तो ये क्या, एक मिनट तो कौन कह रहा है उनको बम बांधने वालों को मिलेगा? अभी इनकार तो कर दिया मौलाना साहब, यही तो समझाते हैं, इन्होंने कर दिया। तमाम वो जो फिल्म आ रही है ना, वो जो फिल्म आ रही है 72 हूरे जो सुन लीजिए 72 हूरे जो फिल्म आ रही है, सुनिए ना, सुन लीजिए। आपको टीआरपी का ഈ ഒരു സ്പെസിഫിക് പോയിന്റില് പുള്ളിക്കാരത്തിയെ വളരെ മോശമായി പുള്ളി അഡ്രസ് ചെയ്യുന്നുണ്ട്. അതായത് സാധാരണ മുസൽമാൻ എതിരായിട്ടുള്ള ആൾക്കാർ ഹിന്ദുക്കളും ക്രിസ്ത്യൻസുമാണ്. പക്ഷേ ഏറ്റവും വലിയ ശത്രു, ഏറ്റവും വലിയ തീവ്രതയുള്ള അപകടകാരിയായ ശത്രു ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിലെ മറ്റ് മതക്കാരെ വിവാഹം കഴിച്ച സ്ത്രീകളാണ്. പുള്ളിക്കാരത്തിന് അതാ പറയണേ, സുബഹിക്കാൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഹിന്ദുവിനെയാണ്. ഈ പോയിന്റ് ആണ് ഞാൻ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സി ഐ ആം ആൾസോ മാരീഡ് ടു എ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ താല്പര്യമില്ല. എനിക്ക് അദ്ദേഹം ഒരു പുരുഷൻ എന്ന് പറയുന്നതിനോടാണ് താല്പര്യം. സോ പക്ഷേ പുള്ളിക്കാരത്തി അത് അഡ്രസ് ചെയ്യുന്നുണ്ട്. ആ ഒരു വിഷയം കൊണ്ട് തന്നെ അവരെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമമാണ് ഈ പറയുന്ന മൗലവി നടത്തുന്നത്. അപ്പൊ മൗലവി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. ആ ഡിസ്കഷനിലേക്ക് കാര്യം കൊണ്ടുവരുമ്പോൾ പത്മഭൂഷൺ കൊടുക്കുന്നുണ്ട്, ഭാരതരത്ന കൊടുക്കുന്നുണ്ട്. അതായത് ഹിന്ദു ഓറിയന്റഡ് നയമുള്ള സംഗതികളാണ് കൊടുക്കുന്നതെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വന്നത്. പക്ഷെ പറഞ്ഞെത്തിയപ്പോഴത്തേക്ക് അങ്ങോട്ട് എത്തിയില്ല. അതിന് മുമ്പ് തന്നെ ബാക്കിയുള്ളവർ ഇന്ററാക്ട് ചെയ്തു. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോംബ് പൊട്ടിക്കുന്നതിനൊന്നും ഇനാമ് കൊടുക്കാൻ ഒക്കത്തില്ല. ബോംബ് പൊട്ടിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഇനാമ് കൊടുക്കാമെങ്കിൽ അത്ര നക്സലിസത്തിനെയൊക്കെ എന്റർടൈൻ ചെയ്യുന്ന ഒരാളാണ് ഈ മൗലാന. സോ അയാളെയാണ് നമ്മൾ ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. അത് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അയാളെ സ്റ്റോപ്പ് ചെയ്യുകയാണ്.
नाउ गो टू सुबही खान. टीआरपी का मतलब ही नहीं पता होगा साजिद साहब, आपको टीआरपी का मतलब भी नहीं पता होगा. मेरे पहले मेरी बात सुनिए. 72 हूरे जो फिल्म आ रही है वो किस बात पे आ रही है? वो इस बात पे आ रही है, इसमें बताया गया कि ओसामा बिन लादेन का साहब कोर्ट में गए जा करके 32,000 का आंकड़ा दिया और कोर्ट में गए कहा 3 है. अब ये 72 लेकर हो के गया आ गए. आपका, हो गया, क्यों हो गया ना. अब 72 हूरे की मैं बता देता हूँ आपको. 72 हूरे देखिए ऐसा ना 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 मैं वैसे लॉजिकल बात कर रहा था. राजेश साहब, मैं डरने वाला आदमी नहीं हूँ, आपको पता नहीं. आप मुझे धमका रहे हैं क्या? आप मुझे धमका रहे हैं, आप मुझे धमका रहे हैं, आप मुझे धमका रहे हैं, आप मुझे धमका रहे हैं. आस्था पर बात करोगे तो आप मुझे धमका देंगे. आस्था पर बात आप गलत फहमी में साजिद साहब, मैं डरने वाला पत्रकार नहीं हूँ. मैं भी डरने और वाला आप वो जो मौलाना होंगे मैं भी ना, डरने वाला जिन्हें नहीं हूँ. डराने वाले लोग हैं, उनको आप जाके आप मुझे डरा सकोगे? डराइए. आप मुझे डरा सकेंगे? नहीं, आप मुझे सवाल पूछने से डरा रहे हैं. मैं आपकी आस्था पे नहीं आ रहा हूँ. क्या आपकी आस्था उन आतंकवादियों से है? आपकी आस्था उन आतंकवादियों से है? उनको खुद अपने गिरबान में आपकी आस्था उन आतंकवादियों से है? मेरी नहीं है. तो फिर क्यों उनका समर्थन कर रहे हैं? क्यों उनका समर्थन कर रहे हैं? आप क्यों नहीं मानते उसको? आप क्यों उनका समर्थन कर रहे हैं? मुझे सवाल पूछने तो दीजिए. कर रहा हूं, क्यों नहीं मुझे सवाल तो पूछने दीजिए. मुझे सवाल तो पूछने जब मैं दीजिए. पहले ही कंडम कर चुका, आप फिर सवाल कर रहे मैं कह रहा हूँ सवाल पूछ लीजिए ना. मुझे तो सवाल पूछना, क्यों नहीं करूंगा? आप जवाब नहीं दे रहे ना सीधे. कंडम कर चुके. आप सीधे जवाब मैंने दीजिए. कहा है कि अगर बम मानकर कोई जाता है, इस्लाम नहीं मानता उसको. मैं कह चुका. ദിസ് പോർഷൻ ഇയാൾക്ക് ഇത് മുൻപേ പറയാമായിരുന്നു. ഇത് ഇങ്ങനൊരു അതായത് ആ ഒരു ഡിബേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ചുരുക്കി പറയാം. പുള്ളിക്കാരൻ പറഞ്ഞത് തീവ്രവാദത്തിനെ പറ്റിയാണ്. ഏറ്റവും കൂടുതൽ ഫിലിമുകൾ ഉണ്ടാകുന്നത് ഇതുപോലുള്ള തീവ്രവാദത്തിനെ പറ്റിയൊക്കെ തന്നെയാണ്. അത് തന്നെയാണ് ഈ പാകിസ്ഥാനിലുള്ള ഫിലിമും അങ്ങനെ തന്നെയാണ്, ഇന്ത്യയിലുള്ള ഫിലിമും അങ്ങനെ തന്നെയാണ്. പാകിസ്ഥാനി തീവ്രവാദി വന്നു, ഇന്ത്യൻ തീവ്രവാദി പോയി അവിടെ അടിച്ചു. ഈ രീതി അവിടുത്തെ ഫിലിമുകൾ അങ്ങനെയാണ്, ഇവിടുത്തെ ഫിലിമുകൾ ഇങ്ങനെയാണ്. അപ്പം പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഒസാമ ബിൻ ലാദൻ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇവിടെ അവിടുന്ന് തന്നെ വന്നവർ ഇവിടെ വെടിവെച്ച് 200ഓളം പേരെ കൊന്നിട്ടുണ്ട്. അപ്പം ആ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ന്യൂസുകളാണ് അവതാരകൻ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. പുള്ളി അപ്പോ വാൺ ചെയ്യണം അയാളെ. ആ പോയിന്റ് ആണ് ഡേഞ്ചറസ് പോയിന്റ് എന്ന് പറയുന്നത്. പുള്ളി ഈ ഒരു വിഷയത്തിനെ നമ്മൾ ഇപ്പം ഒരു സാധാരണ മുസ്ലിം ആണെന്ന് വെക്കുക, പുള്ളിയോട് നമ്മൾ പറയുകയാണ് ഇത്തരം തീവ്രവാദം, ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ 100% ഉണ്ടെന്ന് ഞാൻ പറയും. അത്തരം തീവ്ര മെന്റാലിറ്റി ഉള്ളവരുണ്ട്, പക്ഷെ നമ്മൾ അവരിൽ പെട്ടവരല്ല എന്നായിരിക്കണം പറയേണ്ടത്. പക്ഷെ പുള്ളി പറയണത് എന്താണെന്നറിയാമോ? എന്റെ വിശ്വാസം, ആസ്ഥ എന്ന് പറഞ്ഞാൽ വിശ്വാസം, എന്റെ വിശ്വാസത്തെ നീ ചോദ്യം ചെയ്യരുത്. എന്റെ വിശ്വാസത്തെ നീ ചോദ്യം ചെയ്താൽ അതിനുള്ള മറുപടി ഉണ്ടാകും. അതൊരു വാണിംഗ് ആണ്. ആൻഡ് അതൊരു ഭയങ്കര ഡേഞ്ചറസ് വാണിംഗ് ആണ്. അതൊരു ഡേഞ്ചറസ് വാണിംഗ് ആണ്. ആരും അവരുടെ ഒരു ഫെയ്ത്തിനെയും അവിടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അവരുടെ ഫെയ്ത്തോ അവരുടെ ബാക്കിയുള്ള വിശേഷങ്ങളോ ഒന്നുമല്ല. അവരുടെ മതത്തിലുള്ള ഏറ്റവും വൾഗാരിറ്റി നിറഞ്ഞ ഒരു സിസ്റ്റത്തിനെയാണ് ആ പെൺകുട്ടി അഡ്രസ് ചെയ്യുന്നത്. ഷീ ഹാവ് ഓൾ ദ റൈറ്റ്സ് ടു ക്വസ്റ്റ്യൻ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൾ ഇസ്ലാം മതത്തിൽ ജനിച്ചൊരു പെൺകുട്ടിയാണ്. അവൾക്ക് തീർച്ചയായിട്ടും ചോദ്യം ചോദിക്കാം. അവളുടെ കൺഫ്യൂഷനാണ് ചോദിക്കുന്നത്. ഒന്നുകിൽ അതിന് ആപ്റ്റ് ആയിട്ടൊരു മറുപടി കൊടുക്കാം, ഇല്ല എങ്കിൽ സൈലന്റ് ആയിട്ട് ഇരിക്കുക. യെസ്, ഇത് ഇത്രയും നാൾ മുമ്പ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭ്രാന്തന്റെ ഭ്രാന്തായിരുന്നു എന്ന് പറഞ്ഞ് സൈലന്റ് ആയിട്ടിരിക്കുക. അത് അവരെ കൊണ്ട് പറ്റില്ല. പകരം അവർ വാദിക്കുകയാണ്. വാദിച്ച് ജയിക്കാനുള്ള ശ്രമത്തിൽ അവർ പറയുന്ന വാക്കുകൾ അവർക്ക് മനസ്സിലാകുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് കൊടുത്തിരിക്കുന്ന ലേഡീസിനെ ഈ രീതിയിൽ അബ്യൂസ് ചെയ്യാനുള്ള അധികാരം ഈ മതവിഭാഗത്തിന് ഇല്ല എന്നുള്ള പൊട്ട ബോധം പോലും അവന്മാർക്ക് ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈക്വാലിസം പറഞ്ഞിട്ടുണ്ട്, 2 പേർക്കും തുല്യ നീതി. ഇവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. വിഭജനം അല്ലെങ്കിൽ വിവേചനം പാടില്ല. മതം, ജാതി, കളറിന്റെ പേരിലോ തൊലിയുടെ പേരിലോ ഒന്നിന്റെ അടിസ്ഥാനത്തിലും വിവേചനം പാടില്ല. എല്ലാവരും ഈക്വൽ റൈറ്റ്സ് ആണ്. അങ്ങനെയുള്ള രാജ്യത്ത് ഈ മതബോധം പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ത്രീകൾക്ക് ഇത്ര റൈറ്റേ ഉള്ളൂ, സ്ത്രീകൾ ഇത്രയേ പാടുള്ളൂ, സ്ത്രീകൾക്ക് ഇതേ ചെയ്യാനൊക്കുള്ളൂ എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. രാജ്യദ്രോഹപരമായ കുറ്റകൃത്യമാണത്. അത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഡിബേറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടാവും. എനിവേസ്, ബാക്കി കൂടെ കേൾക്കാം. आप बार-बार उसी सवाल को ला रहे हैं। अरे तो आप क्यों ला रहे हैं उस सवाल को? आप किसी दूसरे से सवाल नहीं पूछ रहे। बिल्कुल लाऊंगा मैं, क्योंकि आपको दिक्कत हो रही है उससे। क्यों नहीं मानते? आपको दिक्कत हो रही है उससे। आपको टीआरपी मिलेगी। टीआरपी नहीं मिलेगी। इस देश में, दुनिया में तमाम लोग बम फाड़ के इसी वजह से मर जा रहे हैं अपने से। कौन मर रहा है? अरे कितने आतंकवादी लोग मर रहे हैं, वो जन्नत में थोड़े जाएंगे। मैं खुले आलम कह रहे हैं ना आप ये बात, मैं कह रहा हूँ खुले आलम कह रहे हैं ना ये बात, मैं कश्मीरी जिहाद को भी कंडम करता हूँ, पाकिस्तानी जिहाद को कंडम करता हूँ, जिहाद को कंडम करता हूँ, लेकिन आप मानोगे नहीं ना। आप लफ्ज़ आखिर नहीं है, मानोगे ही नहीं। आप आखिरी लफ्ज़ नहीं है, आपको इसी से टीआरपी मिलती है। आप आखिरी लफ्ज़ नहीं है। साजिद साहब आप यहाँ खड़े होकर के
अगर किसी 72 पत्रकार को TRP का तो खेल है। ऐसा सुनिए ना, आप यहाँ खड़े होकर जब मुझे धमका तो सकते खेल हैं, है। यहाँ खड़े होकर आप मुझे धमका सारा सकते TRP का हैं, खेल तो बाहर जाके आप क्या करेंगे मुझे ये बताइए ना। यहाँ खड़े होकर आप मुझे धमका रहे तो हैं, क्या कर सकते हैं हम? अरे आप मुझे यहाँ खड़े होकर जब आप धमका रहे हैं तो बाहर तो कुछ भी कर सकते हैं आप। जो झूठ पे झूठ बोले उससे क्या कर सकते हैं? झूठ नहीं है, बताइए, फैसला मैं बताइए। तिलक लगाती हूँ। नहीं, तिलक लगा लिया जी, हराम है, इस्लाम से खारिज हो गए। कोई मुसलमान बच्चा, बीच में मत बोलिए, मैं डिबेट छोड़ के चली जाऊंगी, बीच में मत बोलिए, ये बीच में ना बोले प्लीज। मैं बहुत लॉजिकल बात अभी आपके मुंह से निकलवाऊंगी, मुसलमान बच्चों को सुनवाना चाहती हूँ मैं आपके मुंह से। इनकी आवाज कम करिए, आवाज कम करिए। हराम काम कर अच्छा रही है। सुनिए तो, शादी गैर मुस्लिम चलिए हराम काम है। चलिए, जिना कर रही हैं अरे आप। और तो सुनिए पूरी आगे। जिंदगी जिना करेंगे आप इस्लाम की नजर में। सुन लीजिए, पूरी जिंदगी नहीं रहे। सुन लीजिए, आप हर किसी को क्यों धमका देती हैं? दोबारा बोलिए एक बार, सुनिए सुबह एक बार दोबारा बोलिए। वापस जाइए। जिना शब्द एक बार दोबारा बोलिए। जिना शब्द एक बार दोबारा बोलिए। ആ നമുക്കത് കൂടെ മനസ്സിലാക്കിയിട്ട് പോകാമല്ല, അതല്ലേ പുള്ളിക്കാരൻ ഭയങ്കരമായി റേസപ്പ് ആകുമ്പോ മറ്റേയാൾ ചോദിക്കുന്നത്, നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് ജീവനഷ്ടം സംഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ തീവ്രവാദ മെന്റാലിറ്റി കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളുടെ സിവിലിയൻസ് നഷ്ടപ്പെടുന്നുണ്ട്, അവരെ നിങ്ങൾ ആക്രമിക്കാൻ ആഹ്വാനം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു വാർത്തയുടെ അതായത് അവിടെ ഒരു ഡിബേറ്റ് നടക്കുകയാണല്ലോ, അതൊരു ന്യൂസ് ചാനലാണല്ലോ, അവിടെ നിന്നുകൊണ്ട് എന്നെ പേടിപ്പിക്കാനും എന്നെ ഭീഷണിപ്പെടുത്താനും താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ താങ്കൾ പാകിസ്ഥാനിൽ പോയിട്ട് ഞങ്ങൾക്കെതിരെ എന്തായിരിക്കും ചെയ്യുകയുണ്ടാവുക എന്നുള്ള വളരെ വളരെ ജെന്യൂൻ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് പുള്ളി മുന്നോട്ട് വയ്ക്കുന്നത്. ദെൻ ടോപ്പിക്ക് സുബാ ഖാൻ കൊടുക്കുന്നുണ്ട്. സുബാ ഖാൻ പറയുന്നുണ്ട് നെറ്റിയിൽ പൊട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ, അതിനെ റിലേറ്റ് ചെയ്ത് പുള്ളിക്കാരത്തി എന്തോ പറയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ തുടങ്ങി ഏതാണ്, വ്യഭിചാരിയാണ് നിങ്ങൾ, ഹറാം ചെയ്യുന്ന. ഹറാം എന്ന് പറഞ്ഞാൽ ഹറാം നിങ്ങൾക്ക് അറിയാലോ മീനിങ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഹറാമാണ്, അതിൽ ഒരുപാട് ടേം ഉണ്ട്. ഹറാമി എന്ന് പറയുമ്പം പിന്നെ തന്തയില്ലാതെ ജനിച്ചു എന്നും പറയാം. അതായത് അവർക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത എല്ലാത്തിനെയും ഹറാമി എന്ന് പറയും. എന്റെ ബേസിക് ടേം എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പനില്ലാതെ, ഒരു ബെർത്ത് ഇല്ലാത്ത, ഒരു രീതിയിലും ബേസ് ഇല്ലാത്ത, നിലപാടില്ലാത്ത, മൊത്തത്തിൽ ഓൾ ടോട്ടൽ റോങ് ആയ ഒരു പേഴ്സണെ ഹറാമി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പെൺകുട്ടിയെ നോക്കി പറയുന്നത്, നീ ഹറാമിയാണ്, നീ മറ്റൊരു മതവിഭാഗക്കാരനെ വിവാഹം കഴിച്ചവനാണ്, നീ മഹാവൃത്തികെട്ടവളാണ്, നീ സിന ചെയ്യുകയാണ്. സിന എന്ന് വെച്ചാൽ വ്യഭിചാരം, തെറ്റ്, ഇതൊക്കെയാണ് സിന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അറബി വേടാണ്, ഉറുദു വേടും അങ്ങനെ തന്നെയാണ്. അപ്പൊ നീ സിന കറായ, നീ ഏറ്റവും മോശപ്പെട്ട സ്ത്രീയാണ് എന്നുള്ള രീതിയിലാണ് പറയണ ആരുടെ സുബൈഖാന ഷുഹൈബ് എന്ന് പറഞ്ഞൊരുത്തനെ. പിന്നെ ഇവിടുത്തെ നമ്മുടെ നാടിലെ ഇന്ത്യ, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും, അതിനെ മൊത്തം നമ്മുടെ രാജ്യത്തെ 2040 കൂടി മുസ്ലിം രാജ്യമാക്കണമെന്ന് പറഞ്ഞ ഒരാളെ, അതായത് ഇതുപോലുള്ള ഒരു ഡിബേറ്റിൽ വെച്ച് അടിച്ചു പൊട്ടിച്ച പെണ്ണാണ് അത്. അതിനോട് പറയണം നീ വ്യഭിചാരിയാണ്, നീ തെറ്റുകാരിയാണ്, നീ ജീവിതകാലം മുഴുക്ക ഹറാമിയായിട്ട് തന്നെ നിൽക്കുമെന്ന്. അവള് നേരിട്ട് വരികയാണ്, എന്നാ നീ പറയടാ പറഞ്ഞതൊന്നും കൂടെ പറയാന്ന്. ഈ ഒരു ഇവന്മാർക്ക് കൊടുക്കുന്ന ഒരു പ്രീഷ്യസ്നെസ് ഉണ്ടല്ലോ, അത് ഇല്ല എന്ന് കാണിക്കാൻ, ഇവന്മാര് വെറും കീടങ്ങളാണെന്ന് കാണിക്കാൻ ഈ ഒരു പെണ്ണ് കാണിച്ച ഈ ഒരു ആക്ട് വളരെ സുന്ദരമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ പറയുന്നത് ഈ പെണ്ണിനെ കൊണ്ടുവന്നത് നിങ്ങൾ ഞങ്ങളുടെ ഫെയ്ത്തിനെ അപമാനിക്കുകയാണ്. ഹൗ കംസ്? അവൾ ഒരു സ്ത്രീയുടെ പ്രതിനിധിയാണ്, ഇസ്ലാമിലെ ഒരു സ്ത്രീയാണത്. അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് അവൾക്ക് ധൈര്യം വന്നു എന്നതിനപ്പുറം അവൾ ഇസ്ലാമിൽ ജനിച്ചു വളർന്ന പെണ്ണാണ്. അവൾക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട് ഇത്തരം ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ, ഖുർആൻ കാണാതെ പഠിച്ച് ഭയങ്കരമായി പഠിച്ച ശേഷം ഇതിനെ എടുത്തു വെച്ച് വിമർശിക്കുന്നതിന് പകരം ഈ മൊല്ലാക്കന്മാരെ ഒരു പെണ്ണിന്റെ മുൻപിൽ കൊണ്ടിരുത്തുക, ഒരു സാധാരണ സ്ത്രീയുടെ മുൻപിൽ. അവൾ ചോദ്യം ചോദിക്കട്ടെ, അതിന് യവന്മാർക്ക് ഉത്തരമുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടാണ്, അതാണ് വേണ്ടത്. അതല്ലാതെ ഈ കുത്തുപുസ്തകം വായിച്ചിട്ട് കുത്തുപുസ്തകത്തിനെ എടുത്തു വെച്ച് അർമാദിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ദാറ്റ് ഈസ് ദ റീസൺ ഐ എം നോട്ട് ടച്ചിങ് ഇറ്റ് ഈവൻ. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. എന്തവർ പറയൂന്നറിയാമോ, ഫെയ്ത്ത്, ഹമാരാ ഫെയ്ത്ത്, എന്റെ വിശ്വാസത്തെ പിടിച്ചു, എന്റെ വിശ്വാസത്തെ ഉപദ്രവിച്ചു, എന്റെ വിശ്വാസത്തിനെ പീഡിപ്പിച്ചു, റേപ്പ് ചെയ്തു. പിന്നെ അവളെ തലവെട്ട് കാലുവിട്ട് മുല വെട്ടുക എന്നുള്ള ടേമിലേക്ക് ഇവരങ്ങ് പോവുകയാണ്. സോ ടു സ്റ്റോപ്പ് ദം ഇതാണ് വഴി. സുബഹ ഖാൻ എന്ന് പറയുന്ന ലേഡിയുടെ പേഴ്സണൽ ലൈഫുമായിട്ട് എനിക്ക് താല്പര്യമില്ല. ഐ എം ടെലിംഗ് യു ഗൈസ് വെരി ഓപ്പൺലി വാട്ട് ഷീ സ്റ്റേറ്റഡ് സംവെയർ. അത് ഒരു കാരണവശാലും എനിക്ക് അനുകൂലിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല. സനാതന ധർമ്മം, സനാതന സംസ്കാരം, ഇവിടെ എല്ലാവരും ഹിന്ദുക്കളാണ്, ഞാനും ഹിന്ദുവാണ് എന്നുള്ള ടേം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഡെയർ ഷീ ലോസ്റ്റ്. പക്ഷേ ഇപ്പൊ ഈ കാണിച്ച ആക്ഷൻ സൂപ്പറോ സൂപ്പർ. ബാക്കി
जिना शब्द एक बार दोबारा बोलिए। मेरी सीट पे आने की कोशिश मत कीजिए। जिना शब्द एक बार मेरी दोबारा सीट पे कोशिश मत कीजिए। प्लीज दोबारा बोलिए। मेरी सीट पे कोशिश आने की कोशिश मत कीजिएगा। जिना शब्द दोबारा बोलिए। चलिए अपने बाप की औलाद है तो जिना शब्द दोबारा बोल। अपनी औकात पे जाइए। बोल जिना शब्द बोल। औकात पे जाइए। जिना शब्द बोल। इस्लाम ये आप तमीज से कहता बात है। करेंगे। नहीं, जिना आप इस्लाम के खिलाफ बात कर रहे हैं। आपसे तो इस्लाम expect के करते लिए हैं। बात कर रहे हैं। ये जिना शब्द तमीज से बात हम लोग करो। आपसे एक्सपेक्ट करते हैं। अगर हम पढ़े लिखे लोग अगर ऐसा व्यवहार करेंगे, अगर हम ऐसा पढ़े लिखे लोग व्यवहार बदतमीजी करेंगे, करना आप सिखाता है आइए। आपको। इस्लाम ही सिखाता है कि आप बदतमीजी करें। आप आइए। अगर मैं ये इस्लाम है, ये अगर आपका मैं इस्लाम है। बताऊं तो बदतमीजी है। आप ये उदाहरण क्या कर देना रहे हैं? चाहते हैं। इस्लाम ये आप कहता है। जिस शब्द का इस्तेमाल कर रहे हैं, अगर आप कोई नहीं आप किसी महिला से किस ये शब्द का इस्लाम है। इस्तेमाल, ये देश आप संविधान से इस्लाम चलता है, ये देश कानून से चलता है, ये देश कानून से चलता है। कानून किसी को संविधान ने भी, मुझे इजाजत दी है। संविधान किसी को भी किसी से शादी की इजाजत देता है। अपने इस्लाम के प्रचार प्रसार मौलाना करने की। साहब, ये आपके हिसाब से नहीं चलता देश, संविधान ये के देश हिसाब से संविधान के हिसाब से चलता है। संविधान क्या कहता संविधान है? में कोई भी महिला संविधान किसी भी क्या कहता है? किसी भी धर्म के कि पुरुष अपने से शादी धर्म कर का सकते प्रचार हैं। प्रसार भी कर सकते हो। करिए ना कहता प्रचार। है ना, तो मैं आप कर रहा हूं ना। किसी को गाली देंगे? आप किसी को गाली देंगे? कैसे शादी करेगी? ആൻഡ് ദിസ് പോയിന്റ് അയാള് എക്സ്പ്ലെയിൻ ചെയ്യണ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ എന്റെ മതം പ്രചരിപ്പിക്കാനുള്ള അധികാരം തന്നിട്ടുണ്ട്. അവതാരകരും കൂടെ ഉണ്ടായിരുന്ന ആളും ആ പെൺകുട്ടിയും വന്ന് പറയണത്, നിങ്ങൾ ഒരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്യുകയാണ്, വ്യഭിചാരി എന്ന് വിളിക്കുന്നത് ഒരു പബ്ലിക് മീറ്റിലാണ്, നിങ്ങൾ ആ പെൺകുട്ടിയെ അപമാനിക്കുകയാണ്. അപ്പോ പുള്ളി പറയണത് അത് ഞാൻ എന്റെ മതത്തിന് പ്രചരിപ്പിക്കുന്നതാണെന്ന്. ഡിഫറൻസ് മനസ്സിലാക്കുന്നില്ലേ? അവർക്ക് തെറ്റാണെന്ന് പോലും മനസ്സിലാകുന്നില്ല ആ പെൺകുട്ടിയെ പബ്ലിക് സ്പേസിൽ നിന്നുകൊണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പിണറായി വിജയന്റെ മകളെ പോലും വ്യഭിചാരിണി എന്ന് വിളിക്കുമ്പോൾ അത് ലൈറ്റായിട്ട് പിണറായി വിജയൻ എടുക്കാൻ തോന്നിയത്. കാരണം അവർക്കറിയില്ല. അവർ പറയണത്, അവർ വിചാരിക്കണത് ഇത് അവരുടെ റൈറ്റ്സ് ആണെന്നാണ്. സ്ത്രീകളെ അപമാനിക്കുകയും സ്ത്രീകളെ ഇൻസൾട്ട് ചെയ്യുകയും സ്ത്രീകളെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നത് ഇസ്ലാം മതവിശ്വാസികളുടെ റൈറ്റ് ആണെന്നൊരു തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ അവർ അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് മൗലാന കടന്ന് അലയ്ക്കുന്ന അലപ്പ്. പുള്ളിക്കാരൻ പറയുന്നതാണ്, എന്റെ സംവിധാനം പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്റെ മതം പ്രചരിപ്പിക്കാമെന്ന്. മതപ്രചരണം എന്നാൽ നീ മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ വ്യഭിചാരിയാണ് എന്നൊരു പെണ്ണിനെ നോക്കി പറയുന്നതിനെയാണ് മതപ്രചാരണം എന്ന് ഇയാൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആ തെറ്റിദ്ധാരണയാണ് മറ്റുള്ളവർ തിരുത്തുന്നത്. किसी को गाली देंगे? ये कहता है वो जिना करेगी पूरी। साजिद साहब, आप गाली देंगे किसी को? साजिद साहब, ये क्या इस्लाम मंच कह रहा है है? इस चीज को। साजिद साहब, ये क्या मंच है? आपके इसका क्या प्रचार मतलब? प्रसार का मंच नहीं है ये ये। धमकी दे रहे हो? आप तो स्कॉलर है ना? नहीं। आप विद्वान है ना? कॉलर हो जब भी तो इस्लाम बता तो रहा आप हूं। इस्लाम नहीं बता रहे हैं, आप इस्लाम धमका बता रहे रहा हैं। हूं। मैं धमका नहीं रहा हूं। आप गलत भाषा का इस्तेमाल कर रहे हैं। जो लड़की गलत सुन लीजिए, हिंदू लड़के से करेगी। सुनिए साजिद इस्लाम कहता है साहब, पूरी जिंदगी साजिद जिना करेगी। साहब, ये आपके आप ऐसे हिंदू मुसलमान ये करके मंच देश क्या को मंच बांटते है? रहिएगा। हिंदू मुसलमान नहीं। आप ऐसे ही देश को बांटते रहिएगा। इस्लाम आप ही के की जैसे खूबी लोग जो है ना इस देश को बांटते रहेंगे। इस्लाम की खूबी यही हिंदू है। मुसलमान करिए, देश को हिंदुइज्म बांटिए। और इस्लाम में यही फर्क है। कोई फर्क कि ये हम आपने इस्लाम बता के दिया ना, सिद्धांतों पर चलते हैं। आपने बता दिया। कुरान पर चलते हैं हम। चलिए डिबेट पर आते हैं वापस। साजिद साहब, फैज साजिद साहब वापस डिबेट पर आते हैं। फैज साहब, और एक बड़ा वो आपने सवाल है। सुना अभी तक? फैज साहब, फैज आपको साहब, लगता है कि फैज साहब से मेरा एक सवाल है राहुल जी। 72 हूरों के साथ रुक जाइए। सेक्स करना जिना नहीं है, लेकिन स्पेशल मैरिज एक्ट में अपने देश के कानून के अंतर्गत शादी करना गुनाह है। 72 सेक्सुअल रिलेशनशिप बनाना जिना नहीं है। ये है आपकी गंदगी। फैज साहब, फैज साहब, സൂപ്പർ. അവൾക്ക് സല്യൂട്ടാണ് അതിനകത്ത്. അവള് കൃത്യമായിട്ട് പറയുന്നത്, അയാള് നിർത്താൻ തയ്യാറല്ല. അയാൾ പറയുന്നുണ്ട്, അവൾ മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ചു, അന്യമതസ്ഥനെ വിവാഹം കഴിച്ചു, അവൾ തെറ്റുകാരിയാണ്, അവൾ വ്യഭിചാരിയാണ്, അവൾക്ക് മാപ്പില്ല, അവൾ വ്യഭിചാരിയാണ്. ഇയാൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി. അവൾ പറഞ്ഞ എന്താണെന്നറിയാമോ? ശരിയാണ്, ഇന്ത്യയുടെ നിയമപ്രകാരം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രയോഗിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു മതവിഭാഗത്തിലെ ഒരാളെ വിവാഹം കഴിച്ചു. ഒരാളെ ഞാൻ വിവാഹം കഴിച്ചു. 72 സ്ത്രീകളുമായിട്ട് സെക്ഷുവൽ റിലേഷൻഷിപ്പ് ചെയ്യുന്നത് പ്രശ്നമേ അല്ല. ഞാൻ മറ്റ് ഒരു മതവിഭാഗത്തിലെ ഒരാളെ വിവാഹം കഴിക്കുന്നതിന് വ്യഭിചാരം എന്നിവർ പറയുന്നു. ഇതാണ് നിങ്ങളുടെ ഗന്ദഗി. ഗന്ദഗി എന്ന് വെച്ചാൽ അതിനെന്ത് പറയുക? നാറ്റം. അത്ര തന്നെ, നാറ്റം പിടിച്ച സാധനം. അത്രേ ഉള്ളൂ. ആ മതത്തിന് ഇതിൽ കൂടുതൽ വൾഗറായിട്ട് അഡ്രസ് ചെയ്യാനേ പറ്റത്തില്ല എന്നുള്ളതാണ് വ്യക്തം. साहब, मेरा सवाल आपसे सुन लीजिए, सवाल सुनिए। तो जैसा करेगा अरे वैसा रुक जाइए।
फैज साहब, मेरा सवाल आपसे ये कि दुनिया में तो ये बताते हैं कि आप कैसे आइडियल लाइफ जीजिए, आप एक महिला से शादी करें, आप शराब ना पिएं, आप ये तमाम हराम काम ना करें, और लालच ये है कि वहां जाकर आप वो तमाम हराम काम करने की आपको इजाजत होगी। क्या ऐसा है? बिस्मिल्लाहिर्रहमानिर्रहीम, रब्बी इश्रह ली सदरी व यस्सिर ली अमरी वहलुल उक़दतन मिन लिसानी यफ़क़हू क़ौली। मैं जो कुछ भी कहूंगा उसकी जिम्मेदारी मेरी है, स्क्रीन पे क्या चल रहा है इसकी जिम्मेदारी मेरी नहीं है। ध्यान से सुनिएगा। अरे साहब 2 मिनट बस सुन लीजिएगा, मेरी गुजारिश है। 120 सेकेंड बोलने दीजिए मुझे बस। आपने एक शब्द कहा था सर, सेक्स और भूख इंसान की बेसिक नीड है, तो वहां पे भी वो मिलेगा। हम इस्लाम को बहुत छोटा कर दे रहे हैं। यहाँ प्यारे प्यारे बच्चे बैठे, स्टूडेंट बैठे हुए, हमको बहुत अच्छा मंच राहुल भाई ने और इस टीवी ने दिया है, इनके सामने इस्लाम की छवि हम सुधार सकें। मैं आपको बताना चाहूं, वहां किसी चीज की ऐसी जरूरत ही नहीं है, सेक्स और भूख वहां तो हम पूर्ण है, जहां कंप्लीट। മുഹമ്മദ് ഫൈസ് ഖാനാണ് ഈ സംസാരിക്കുന്നത്. പുള്ളിക്കാരനോട് ഇതിനെപ്പറ്റി പറയാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സമയം തരണം, ഇതിന്റെ ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യരുത്, ആൻഡ് പ്ലീസ് എന്നെ പറയാൻ അനുവദിക്കണം. നിങ്ങൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് ആണ്, അത് ഞാൻ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ രാഹുൽ എന്ന് പറയുന്ന അവതാരകനും ഈ TV ഷോയും നമുക്ക് ഒരു ചാൻസ് തന്നിരിക്കുകയാണ് ഇസ്ലാമിന്റെ കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ. അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വി ഷുഡ് ക്ലിയർ ഇറ്റ് ഓഫ്. സോ ആ അവസരം നമ്മൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. പകരം ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾ പോലും കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ ഇസ്ലാമിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യരുത്. അപ്പൊ പുള്ളി പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫൈസ് ഖാൻ അല്ല, മറ്റേ നമ്മുടെ മൗലാന പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. പുള്ളി പറഞ്ഞത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം, ശരീരത്തിന്റെ ആവശ്യം വിശപ്പ്, അത് പിന്നെ സെക്സ് ആണ്. വിശപ്പും ഭക്ഷണവും സെക്സുമാണ് നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് അവിടെ തരുന്നുണ്ട്, അതിലൊരു തെറ്റുമില്ല എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണെന്നാണ് പുള്ളി അഡ്രസ് ചെയ്യുന്നത്. ഇനി ബാക്കി കേൾക്കാം. वहां किसी चीज की जरूरत नहीं है। हूर का कंसेप्ट इस्लाम में है। आप अपना इस्लाम ले आए क्या? मैं हूर का कंसेप्ट अपना इस्लाम सुन तो लेते हैं, आप दूसरे का पक्ष ही नहीं सुनना चाहते। അതിനകത്ത് ഇങ്ങനെ ഒരു ആയത്തേ ഇല്ല എന്നാണ് പുള്ളിക്കാരൻ പറയണത്. ഈ പറയുന്ന ഹൂറിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം എന്ന് പറയുന്നതിന് മുമ്പേ പറയണത്, നീ നിന്റേതായ ഇസ്ലാമിനെ കൊണ്ടാണോടാ വന്നത്? നീ നിന്റേതായ ഇസ്ലാമിനെ കൊണ്ടാണോ വന്നത്? അയാൾ ഒരു ജെന്യുവൻ പേഴ്സൺ ആണ്. അയാൾക്ക് തലയിൽ ആളതാമസം ഉണ്ട്. അയാൾക്ക് ഇതിൽ നിന്ന് സംതിങ് ഇത് മിസ്റ്റേക്ക് ആണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അയാൾക്ക് മനസ്സിലായി. പക്ഷെ അയാളോട് ചോദിക്കുന്നതാണ്, നീ നിന്റെ വേർഷനാണോ കൊണ്ടുവരുന്നത്? നിന്റെ വേർഷൻ ഇസ്ലാം മതത്തിനെയാണോ നീ കൊണ്ടുവന്ന് എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത്? നീ നിന്റെ വേർഷനാണോ ഇവിടെ അവതരിപ്പിക്കുന്നത്? നീ എന്ത് തേങ്ങയാ പറയുന്നേന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറയുന്നത്. बताइएगा क्या गलत है, आप बताइएगा ना क्या गलत है। पहले सुन तो गलत को नहीं, पहले उनकी सुन लीजिए, फिर आप बोलिए। जहाँ पे ऐसे नहीं होगा, ऐसे नहीं होगा, ऐसे आपके इस्लाम का कंसेप्ट इस्लाम में है। सुन लीजिए, हूर का कंसेप्ट इस्लाम में है। सुने बगैर हदीस के हिसाब से बताऊंगा सुमेरा जी, हूर का कंसेप्ट इस्लाम में है। तो सब बता रहे हैं हम लोग, सुन लीजिए ना। अब ये बता, हूर का कंसेप्ट इस्लाम में है। और हूर कहाँ है? जन्नत में। बेटा आप लोग ध्यान से सुनो, हूर कहाँ है? अरे यहाँ जन्नत में है भाई। और मैं आपको बताता हूं कि हदीस क्या कहती है कि जन्नत कहाँ है। हूर जन्नत में है। और जन्नत कहाँ है? अल जन्नतुल तहता अक़दामिल उम्महाती, माओ के कदमों में जन्नत है। तो जितनी हूर है वो माँ के कदमों में है। जन्नत माँ के कदमों। बताइए गलत कह रहे हैं। करेक्ट इस्लाम। अब मैं आपको बताता हूं, एक चीज और सुन लीजिए मेरी बात। പുള്ളി പറഞ്ഞത് ഇതിന്റെ മറ്റൊരു വേർഷനാണ്. മേ ബി ഇതിനെ ഇങ്ങനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇസ്ലാമിയരായിട്ടുള്ളവർക്ക് ഒരു സന്തോഷം തോന്നുന്ന രീതി പുള്ളി അത് അഡ്രസ് ചെയ്തിട്ടുണ്ടാകും. ഈ പറയുന്ന ഖുർആനിലല്ലാതെ ഹദീസിലുള്ള വേർഷനാണ് പുള്ളി പറയണതെന്നാണ് പുള്ളിക്കാരൻ പറയണത്. അതിന് പ്രകാരമാണെങ്കിൽ ഹൂറികൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് സ്വർഗത്തിലുണ്ട്. അത് ഉണ്ട് തന്നെയാണ് ഇസ്ലാമിൽ. അത് സ്വർഗത്തിൽ അലൗഡ് ചെയ്തിരിക്കുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷെ ഈ ഹൂറികൾ ജന്നത്തിലാണുള്ളത്. എവിടെയാണുള്ളത്? സ്വർഗത്തിലാണുള്ളത്. ഈ സ്വർഗം എവിടെയാണ്? അത് ഹദീസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് അമ്മയുടെ കാൽപാദങ്ങളിൽ നിന്നാണ്. അപ്പോ നമ്മൾ